ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. അതിനകത്ത് ഡോക്ടർ പറഞ്ഞു തന്ന ഷോപ്പുകൾ ഏതെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. കുറേ ലിസ്റ്റും തന്നിരുന്നു, ഏത് ബ്രാൻഡാണ് വാങ്ങണ്ടേ, ഏത് ഷോപ്പിലാണ് കയറണ്ടേ. പക്ഷേ നമ്മൾ തപ്പിയിട്ട് കിട്ടണ്ടേ. അങ്ങനെ തപ്പി തപ്പി നടക്കുകയാണ് കേട്ടോ. കാലിൻ്റെ വേദന കൂടുതലായി. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, അതിന് വേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ. നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ജോലി ചെയ്തല്ലേ മതിയാവൂ. ജോലി ചെയ്യണമെങ്കിലോ അവിടെ പോയി 7-8 മണിക്കൂർ നിൽക്കാനായിട്ട് ഈ കാല് സമ്മതിച്ചില്ല പിന്നെ എന്തോ ചെയ്യും? നമ്മളെ കാലിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ. പണ്ടേ അച്ഛൻ പറയായിരുന്നു, എന്തെല്ലാം കഴിഞ്ഞാലാ ജീവിതം ഒന്ന് തീരുന്നതെന്ന്. അന്ന് അതിൻ്റെ വാല്യൂ ഒന്നും മനസ്സിലായില്ല. ഇത്രയും വലുതായപ്പോഴാണ് നമുക്കിത് ഓരോന്ന് മനസ്സിലായി വരുന്നത്. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു അല്ലേ? നിങ്ങൾ ഓർക്കും ഞാനെന്തിനാ ഇതൊക്കെ ഇപ്പോൾ പറയുന്നതല്ലേ? എനിക്കറിയില്ല, എന്തോ പറയണമെന്ന് തോന്നി ഞാനങ്ങ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി, ചപ്പലെടുത്ത് നോക്കി. ചപ്പലിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ കിളി പോയി. കുട്ടിമാമ, ഞാൻ ഞെട്ടിമാമ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അമ്മമ്മ വന്ന് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. മോനെ, നമുക്കിത് മേടിക്കാം, ഇത് മേടിച്ചാലേ കാല് ശരിയാവുള്ളൂ, കാല് ശരിയായാലല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മോട്ടിവേഷന് ഞാനങ്ങ് വീണു. എനിക്ക് ലേസ് കെട്ടാൻ അറിയത്തില്ല എന്നും പറഞ്ഞ് എൻ്റെ ഉണ്ണിച്ചൻ വന്ന് കെട്ടിത്തരുക. അമ്മ ഞാൻ കെട്ടിത്തരാമേ, എനിക്കിതെല്ലാം അറിയാമെന്നും പറഞ്ഞ്. നേഴ്സിംഗ് ഫീൽഡിൻ്റെ ഒരു സൈഡ് എഫക്റ്റാന്ന് തോന്നുന്നു ഈ കാലുവേദന. ഈ ലോങ് സ്റ്റാൻഡിങ് ചെയ്യേണ്ടതുകൊണ്ടേ എന്തായാലും നമുക്ക് മാനേജ് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ 2025 ഇത്രയും വില കൂടിയ ചപ്പലിടാനായിട്ട് പറ്റി. സത്യം പറയട്ടെ, വിലയുടെ ഒരു ലുക്കും ഇല്ല ആ ചപ്പലിന്. എന്ത് ചെയ്യാം, ലുക്കല്ലല്ലോ, ഗുണമല്ലേ നമ്മൾ നോക്കണ്ടേ. ഓക്കെ, അപ്പം ബൈ, ടേക്ക് കെയർ.